ഹായ് മക്കളെ, നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന +1 റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഏറ്റവും മികച്ച മാർക്ക് തന്നെ കിട്ടി എന്നാണ് എൻ്റെ ഉറപ്പ്. കാരണം അത്രയും അടിപൊളി ഫീഡ്ബാക്കുകളും മെസ്സേജുകളും കോളുകളുമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈലം ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇനി സപ്പോസ് കുറച്ചു മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഈ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. +1 നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റുകളുടെ വീണ്ടും അപ്രോച്ച് ചെയ്യാനുള്ള അവസരമാണ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടന്നത് +2 ബോർഡ് എക്സാമിന്റെ കൂടെയാണ്. അപ്പോൾ പല മക്കൾക്കും ആ പരീക്ഷയെ കൃത്യമായി തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവിടെ +2 പഠിക്കുമോ അതോ ഇംപ്രൂവ്മെന്റിന് പഠിക്കുമോ എന്ന ടെൻഷനിൽ പലരും ഇംപ്രൂവ്മെന്റ് എക്സാം ഒട്ടും തന്നെ പഠിക്കാതെ മാർക്കുകൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. അതിനകത്ത് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് എക്സാം +2 ബോർഡ് എക്സാമിന്റെ കൂടെയല്ല നടക്കാൻ പോകുന്നത്. മുന്നേ തന്നെ, അഥവാ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഒക്ടോബർ മാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കാൻ പോവുകയാണ്. എത്ര സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യാമെന്നായിരിക്കും അടുത്ത സംശയം. മക്കളെ, നമുക്ക് 3ഓളം സബ്ജക്റ്റുകൾ പരമാവധി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാവരും 3 സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടത് +2 ബോർഡ് എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെയാണ്. +1 ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. പക്ഷെ അതേ സെക്കൻഡ് ചാൻസ് എവിടെ ഇല്ല? +2 ഇല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അതിനാൽ തന്നെ കൂടുതൽ സബ്ജക്റ്റുകളാണെങ്കിൽ അത് മേ ബി നിങ്ങളുടെ +2 പഠനത്തെയും വലുതായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര സബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതിനനുസരിച്ച് എത്ര സബ്ജക്റ്റുകൾ ഇംപ്രൂവ്മെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് എപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങണം എന്ന സംശയം പലർക്കും ഉണ്ടാവും. +1 റിസൾട്ട് വന്ന മൊമെന്റിൽ പലർക്കും ആ സംശയം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സമയമാണ്. സോ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് നമുക്ക് കൃത്യമായി തന്നെ ഒരു 2 മാസം മുൻപൊക്കെ വരും. സോ ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോഴാണോ ആരംഭിക്കുന്നത് അതിന് ഒരു മാസം മുൻപ് സ്ട്രക്ചർ ചെയ്ത് പഠിച്ചാൽ കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് തന്നെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ളത്. സാർ എങ്ങനെയാണ് സാർ ഒരു മാസം കൊണ്ട് ഈ പറയുന്ന 2-3 സബ്ജക്റ്റുകളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുക എന്നായിരിക്കും അടുത്ത സംശയം. മക്കളെ, അതിന് അത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വർഷം കുത്തിയിരുന്ന് പഠിച്ച സിലബസ് തന്നെയാണ് വീണ്ടും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അല്ലാതെ ഒന്നേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ജസ്റ്റ് കോണ്ടന്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, കൂടുതൽ ആഡ് ആൻഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡെറിവേഷൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. അത് മാത്രം മതി. അല്ലാതെ ഒന്നേ പറഞ്ഞ് 1ാമത്തെ ചാപ്റ്റർ മുതൽ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യം നമ്മുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വരുന്നില്ല. പിന്നെ അതിന്റെ ക്ലാസ്സുകളെ കുറിച്ചും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. സൈലം ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് നൽകാൻ പോകുന്നത് നമ്മുടെ +2 അഗ്നി ബാച്ചിലൂടെ. സോ ഇനിയും നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഉറപ്പായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. +1 സപ്പോസ് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുട്ടി പോലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സൈലം കൂടെയുണ്ട്. നമുക്ക് ഉഷാറാക്കാം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ്.